Hi all of you. Today we will discuss the diffraction condition and Bragg's law with respect to the reciprocal lattice. Reciprocal lattice വെച്ചിട്ട് അതിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട് ബ്രാഗ്സ് ലോ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നാണ് നമ്മൾ നോക്കുന്നത്. I think you can see the cursor moving. So നമുക്ക് റെസിപ്രോക്കൽ ലാറ്റിസിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ലാറ്റിസ് സ്ട്രക്ചറൽ ഫാക്ടർ എസിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, ലാറ്റിസ് സ്ട്രക്ചറൽ ഫാക്ടർ എസിനെ നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ക്രിസ്റ്റലിൻ്റെ കേസ് എടുക്കുമ്പോഴത്തേക്കും ക്രിസ്റ്റൽ സ്ട്രക്ചറൽ ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ലാറ്റിസ് സ്ട്രക്ചറൽ ഫാക്ടർ ആസ് വെൽ ആസ് ജോമെട്രിക്കൽ സ്ട്രക്ചറൽ ഫാക്ടർ F×S. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടത്. സോ നമ്മൾ ലാറ്റിസ് സ്ട്രക്ചറൽ ഫാക്ടറിനെ എങ്ങനെ നമുക്ക് റെസിപ്രോക്കൽ ലാറ്റിസിന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നോക്കിയേ, ക്യാപിറ്റൽ എസ് ആണ് ലാറ്റിസ് സ്ട്രക്ചറൽ ഫാക്ടർ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ ഓഫ് എൽ ഇ റൈസ് ടു ഐ ഇൻറ്റു എസ് ഡോട്ട് ആർ എൽ ഓഫ് സി. ആർ എൽ ഓഫ് സി എന്ന് പറയുന്ന RL എന്ന് പറയുന്ന റണ്ണിങ് ഫാക്ടറാണ്. അതായത് നമ്മൾ ക്രിസ്റ്റലിന്റെ ഉള്ള എല്ലാ ആറ്റത്തിനെയും കൺസിഡർ ചെയ്യാൻ വേണ്ടിയുള്ള റണ്ണിങ് ഫാക്ടറാണ് ദിസ് RL എന്ന് പറയുന്നത്. ഇപ്പോൾ എത്രാമത്തെ ആറ്റം എന്നുള്ളതിനെ ഇത് ചെയ്ത് റെപ്രസെൻറ്റേറ്റ് ചെയ്യാനാണ് RL ഓഫ് സി എന്ന് പറയുന്നത്. എസ് എന്ന് പറയുന്നത് ഇവിടെ സ്കാറ്ററിംഗ് വെക്റ്റർ ആണ്. ഓക്കെ, എസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്കാറ്ററിംഗ് വെക്റ്റർ. ഓക്കെ, ദിസ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഇക്വേഷൻ നമ്പർ 1. സോ വി ഓൾസോ ഹാവ് ദ ഇക്വേഷൻ എന്താണ് എസ് എന്ന് പറയുന്നത്. വി ഹാവ് ഓൾസോ ദ ഇക്വേഷൻ സിഗ്മ എൽ ഇസ് ഈക്വൽ ടു 1 to n ഇ റൈസ് ടു ഐ ഇൻറ്റു എ ഡോട്ട് RL. ഇവിടെ എ എന്ന് പറയുന്നത് ഒരു ആർബിട്രറി ആയിട്ടുള്ള വെക്ടർ ആണ്. RL എന്ന് പറയുന്നത് ദ സെയിം തിങ് വിച്ച് വി സോ ഇൻ ദ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ രണ്ട് ഇക്വേഷൻ നമുക്ക് സ്ട്രക്ചറൽ ഫാക്ടർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ എൽ എന്ന് പറയുന്നത് 1 to n റൺ ചെയ്യാണ്, വേറെ n ഈസ് ദ എത്രാമത്തെ യൂണിറ്റ് സെല്ലാണ് എന്നുള്ളതാണ് ക്യാപിറ്റൽ N റെപ്രസെൻറ്റേറ്റ് ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ N ഇൻറ്റു ഡെൽറ്റ എ ഇൻറ്റു GN. ഓക്കെ, ഡെൽറ്റ എ GN എന്ന് പറയുന്നത് ദിസ് ഇസ് എ ക്രോണക്കർ ഡെൽറ്റയാണ്. ഈ ഡെൽറ്റ എ GL എന്ന് പറയുന്നത് ക്രോണക്കർ ഡെൽറ്റയാണ്. ഓക്കെ, ക്രോണക്കർ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടായിരുന്നു. വാട്ട് ഈസ് ക്രോണക്കർ ഡെൽറ്റ? ഇറ്റ് ഈസ് എ ടെൻസർ. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടെൻസർ ബൈ വിച്ച് delta mn, when m is equal to n, the value of Kronecker delta become 1 and m is not equal to n ആകുമ്പോൾ Kronecker delta വാല്യൂ എന്ന് പറയുന്നത് 0 ആവും. ഇവിടെ എമ്മിനും എന്നിനും പകരം എ എന്നും GN എന്ന് പറയുന്ന ഫാക്ടറുമാണ്. എ എന്താണ്? ആർബിട്രറി വെക്ടറാണ്. GN എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ട്രാൻസ്ലേഷണൽ വെക്ടർ ഇൻ റെസിപ്രോക്കൽ ലാറ്റിസ് ആണ്. സോ ഇങ്ങനെ ഒരു ഇക്വേഷനും കൂടെ നമ്മൾ ലാറ്റിസ് സം കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ലാറ്റിസ് സം കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നിടത്ത് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് വെൻ എ ഈക്വൽ ടു GN ആവുമ്പോൾ ദിസ് വാല്യൂ അറ്റ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ബിക്കം ക്യാപിറ്റൽ N, വേർ ക്യാപിറ്റൽ N ഈസ് ദ നമ്പർ ഓഫ് യൂണിറ്റ് സെൽ ഇൻ എ ക്രിസ്റ്റൽ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് കണ്ടീഷൻ ഇവിടെ വരുന്നുണ്ട്. എ ഈക്വൽ ടു GL ഉം പിന്നെ എ ഈസ് നോട്ട് ഈക്വൽ ടു GL ഉം. ആദ്യം നമ്മൾ ഏതാ എടുക്കുന്ന? എ ഈക്വൽ ടു GL എടുക്കുന്നു. എ ഈക്വൽ ടു GL എടുക്കുമ്പോൾ 1 ഉം 2 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എസിന് പകരമാണ് ഇവിടെ എ ഉള്ളത് അല്ലേ. സ്കാറ്ററിംഗ് വെക്ടറിന് പകരമാണ് നമ്മളിവിടെ എ എഴുതിയേക്കുന്നത്. അപ്പൊ എ GN ആവുമ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള കണ്ടീഷൻ വെച്ചിട്ട് എ GN ആവുമ്പോൾ ഈ എസിന് നമുക്ക് എന്ത് കൊടുക്കാം? GN എന്ന് കൊടുക്കാം. മനസ്സിലായോ? എ GN ആവുമ്പോൾ നമുക്ക് എസിനും ഇവിടെ കമ്പയർ ചെയ്തിട്ട് എസിനും നമുക്കിവിടെ എന്ത് കൊടുക്കാം? GN എന്ന് കൊടുക്കാം. അപ്പൊ അതാണ് കാണിച്ചേക്കുന്നത് സ്കാറ്ററിംഗ് വെക്ടർ എസ് ഇസ് ഈക്വൽ ടു GHKL എന്ന് നമ്മൾ എഴുതിയേക്കുന്നത്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് എ GN ആവുന്ന സമയത്ത് എസും എന്താവും? GHKL ആവും. GHKL എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ലേഷണൽ വെക്ടർ തന്നെയാണ്. അവിടെ HKL എന്ന് പറയുന്നത് മില്ലർ ഇൻഡിസസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലെയിനിനെ സൂചിപ്പിക്കുന്നതാണ് GHKL. HKL എന്ന് പറയുന്നത് സഫിക്സ് ആണ്. ഓക്കെ, ജിക്ക് സഫിക്സ് ആയിട്ടാണ് HKL കൊടുത്തേക്കുന്നത്. സോ പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ES ആണ് ഇവിടെ ഉള്ളതെന്ന്. ദിസ് ഈസ് ഈ ഒരു സ്മോൾ ലെറ്റർ എസ് സ്കാറ്ററിംഗ് വെക്ടർ ആണ് ഇവിടുത്തെ എസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്കാറ്ററിംഗ് വെക്ടർ ആണിത്. ഓക്കെ, ഇതെന്താണ്? ദിസ് ഈസ് ദ ലാറ്റിസ് സ്കാറ്ററിംഗ് ഫാക്ടർ ആണ് ക്യാപിറ്റൽ എസ്. ദിസ് ഈസ് സ്മോൾ എസ് ആണ് കേട്ടോ. അത് രണ്ടും തരംതിരിച്ച് പഠിച്ചോളണം. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3 ആൻഡ്
നമ്മൾ നേരത്തെ പറഞ്ഞു GHKL എന്ന് പറയുന്ന ട്രാൻസ്ലേഷണൽ വെക്ടർ ഇറ്റ് ഈസ് ഓൾവേസ് നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് HKL അല്ലെ. HKLന് നോർമലായിട്ടാണ് GHKL ഉള്ളത്. അതുകൊണ്ട് GHKL നോർമൽ ആണെങ്കിൽ S ഈക്വൽ ടു GHKL ആയതുകൊണ്ട് ഈ സ്കാറ്ററിംഗ് വെക്ടറും ഇറ്റ് വിൽ ബി ഓൾവേസ് നോർമൽ ടു HKL പ്ലെയിൻ. ആൻഡ് ഫ്രം ദ ഫിഗർ നമ്മൾ ഈ ട്രയാങ്കിൾ ഫിഗർ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഈ ഫിഗറിൽ നിന്നും നമുക്കറിയാം ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡിഷൻ ഉപയോഗിക്കുമ്പോൾ K0 പ്ലസ് S ഇസ് ഈക്വൽ ടു K അല്ലെ. ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡിഷൻ അനുസരിച്ച് K0യും എസും ഒരേ ഡിറക്ഷനിലും K ഓപ്പോസിറ്റ് ഡിറക്ഷനിലും ആയതുകൊണ്ട് K0 പ്ലസ് S ഇസ് ഈക്വൽ ടു K. അപ്പൊ അവിടെ നിന്ന് K എന്ത് കിട്ടും? K എന്ന് പറയുന്നത് K0 മൈനസ് ആ കൺസെപ്റ്റ് അല്ല, ഇവിടെ ട്രയാങ്കുലർ വെക്ടർ അഡിഷൻ അല്ല ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ ആ ട്രയാങ്കിളിൽ നിന്നും K സൈൻ തീറ്റ കാണുകയാണ്. അതായത് ഇതാ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഫിഗറിനകത്ത് ഈ ആംഗിളിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ബൈസെക്ടർ വരയ്ക്കുന്നു. ഓക്കെ, ഈ വെർട്ടെക്സിൽ നിന്നും വി ആർ ഡ്രോയിങ് എ ബൈസെക്ടർ ഓൺ S. അപ്പൊ എന്ത് ചെയ്യും? ദിസ് വിൽ ബി എ റൈറ്റ് ട്രയാങ്കിൾ അല്ലെ. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയി മാറും. പിന്നെ ബേസ് എന്ന് പറയുന്നത് S/2 ആണ്. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയി മാറുമ്പോൾ ദിസ് വിൽ ബിക്കം എ റൈറ്റ് ട്രയാങ്കിൾ. വെൻ വി ഡ്രോ എ പെർപെൻഡിക്കുലർ ടു ദിസ് S, ദിസ് സൈഡ് വിൽ ബിക്കം S/2. ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആണ്. ഈ 2θ എന്നുള്ളത് തീറ്റ ആയി മാറും. സോ അവിടെ സൈൻ തീറ്റ കാണുമ്പോൾ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ആ തീറ്റയുടെ സൈൻ തീറ്റ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് S/2 ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് K ആണ്. ആൻഡ് ആംഗിൾ വിൽ ബി തീറ്റ. പകുതിയല്ലേ വരുള്ളൂ. വെർട്ടിസസിന് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഇവിടുത്തെ ആംഗിൾ പകുതിയാണ് വരുന്നത്. ആ റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യുമ്പോഴത്തേക്കും പകുതിയാണ് വരുന്നത്. സോ തീറ്റ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു S/K എന്നാണ് വരുന്നത്. S/K അല്ല, S/2K. കാരണം ഇവിടെ നമ്മൾ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ ഇത് പകുതിയായിട്ട് മാറും. S എന്ന് പറയുന്നത് S/2 ആയി മാറും. അപ്പൊ സോ S/2 സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു S/2 ബൈ K എന്ന് വരും. അവിടെ നിന്ന് S/2K എന്ന് വരും. അതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് വോട്ട് ഈ ഇക്വേഷൻ കിട്ടും. S is equal to 2K sin theta എന്ന് കിട്ടും. Put it as equation number 4. And GHKL from earlier derivation we have seen 2π by DHKL ആയിരിക്കും GHKL എന്ന് പറയുന്നത്. So this S GHKL ന് തുല്യമായതുകൊണ്ട് right hand side of these two equation can be equated. 4 and 5ന്റെയും right hand side നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. സോ അവിടെ നിന്ന് S is equal to 2 into 2π by lambda. ഇവിടെ നിന്ന് ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുക. Kക്ക് എന്ത് കൊടുക്കുന്നു? 2π by lambda കൊടുക്കുന്നു. K എന്ന് പറയുന്നത് വേവ് വെക്ടർ ആയതുകൊണ്ട് 2π by lambda കൊടുക്കുന്നു. സോ ഇവിടെ നിന്ന് നമുക്ക് ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ S is equal to 2 Kക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 into 2π by lambda into sin theta. പുതിയ 4 ദിസ് 4ന് Kയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പുതിയ 4 കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ആസ് യു നോ 2 into 2π by lambda into sin theta is equal to 2π by DHKL. 2πയും 2πയും ക്യാൻസൽ ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into DHKL sin theta is equal to lambda. This is similar to ഏതാണ്? 2D sin theta is equal to n lambda, വേറെ n is equal to 1 എന്നുള്ള പർട്ടിക്കുലർ കണ്ടീഷനിലേക്ക് ഇത് മാറുന്നു. ദിസ് ഈസ് വാട്ട് ഈസ് ബ്രാഗ്സ് ഇക്വേഷൻ. യാതൊരു ചേഞ്ചും ഇല്ല. റെസിപ്രോക്കൽ ലാറ്റിസിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഇറ്റ് ഹാസ് ദ സെയിം ഫോം. ആൻഡ് ആസ് യു നോ ഇനി A is equal to GHKLന്റെ കണ്ടീഷൻ നമ്മൾ കൊടുക്കുമ്പോൾ SHKL എന്ന് പറയുന്ന ലാറ്റിസ് സ്ട്രക്ചറൽ ഫാക്ടർ ബിക്കം n. ഇതെവിടെ നിന്ന് കിട്ടിയതാ? ഏർലിയർ ഇക്വേഷനിൽ നമ്മൾ ഒരു കണ്ടീഷൻ പറഞ്ഞായിരുന്നു. ഇവിടെ നോക്കിയേ, ദിസ് S വിൽ ബിക്കം എന്താണ്? ഇതല്ലേ S. ഇതിന് രണ്ട് ഇക്വേഷന്റെ ഫോമാണ് ഈ കാണിച്ചേക്കുന്നത്. സോ S വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ N വെൻ A is equal to GN. നമ്മൾ പറഞ്ഞു ക്രോണക്കർ ഡെൽറ്റയുടെ വാല്യൂ ഇറ്റ് ഗോസ് ടു 1 വെൻ A is equal to GHKL. അപ്പോൾ എസിന്റെ വാല്യൂ എന്താവും? N മാത്രമാവും. ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ SHKLന്റെ വാല്യൂ N ആവും അല്ലെ. അപ്പോൾ സ്കാറ്ററിംഗ് ഫാക്ടർ, ക്രിസ്റ്റൽ സ്കാറ്ററിംഗ് ഫാക്ടർ എന്ന് പറയുന്ന FCR ഇസ് ഈക്വൽ ടു ക്രിസ്റ്റൽ സ്കാറ്ററിംഗ് ഫാക്ടർ FCR ഇസ് ഈക്വൽ ടു നമുക്കറിയാം രണ്ടെണ്ണത്തിന്റെ പ്രോഡക്റ്റ് ആണ്. ഏതൊക്കെയാണ്? ജോമെട്രിക്കൽ സ്ട്രക്ചറൽ ഫാക്ടർ എഫിന്റെയും പിന്നെ ലാറ്റിസ് സ്ട്രക്ചറൽ ഫാക്ടർ എസിന്റെയും പ്രോഡക്റ്റ് ആണെന്ന് അറിയാം. ഇവിടെ നമ്മൾ എസിന് പകരം N കൊടുക്കുന്നു. സോ വി ഗെറ്റ്
FCR is equal to FHKL into N. As you know, the intensity is directly proportional to square of this term. Then we can rewrite it as എന്താണ് FCR HKLന്റെ സ്ക്വയർ ആണ്. സിമിലർ ടു ഇവിടെ n നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി ആക്കി കഴിഞ്ഞാൽ ന്യൂമറിക്കൽ വാല്യൂ നമുക്കങ്ങ് മറക്കാം അല്ലേ. സോ ഇറ്റ് വിൽ ബി സിമിലർ ടു അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ടു FHKL the whole square, omitting n by changing the equating sign to proportionality sign or similar sign. അടുത്ത് when Bragg condition is satisfied, then the incident beam is diffracted into a single spot അല്ലേ. എന്താ Bragg diffraction പറയുന്നത്? At that particular lambda and for that particular theta എന്താണ് ഒരു ഡിഫ്രാക്ഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ആ ഡിഫ്രാക്ഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നിടത്ത് മാത്രമേ നമുക്കൊരു സ്പോട്ടായിട്ട് പാറ്റേൺ കിട്ടുകയുള്ളൂ. അപ്പൊ ഈ സിംഗിൾ സ്പോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് എ ഡിഫ്രാക്ഷൻ ഫ്രം എ സിംഗിൾ ആറ്റം. ഒരു ആറ്റത്തിൽ നിന്നോ ഉള്ള ഒരു ഡിഫ്രാക്ഷന്റെ റിസൾട്ടന്റ് അല്ല നമ്മൾ ഒരു സ്പോട്ടായിട്ട് നമുക്ക് കിട്ടുക. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഒത്തിരി എന്താണ് സിമെട്രി കാണിക്കുന്ന ഒരു യൂണിറ്റ് സെൽ ആവാം. അപ്പൊ അങ്ങനെ സിമെട്രി കാണിക്കുന്ന എല്ലാ പ്ലെയിൻസും ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഒരു സിംഗിൾ സ്പോട്ടാണ്. അപ്പൊ സിമെട്രി കാണിക്കുന്നത് മാത്രമല്ല, എന്തൊക്കെയാണ് പിന്നെ ഒരു സ്പോട്ടായിട്ട് കാണിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 0-1-1-0 ഈ സിമിലർ ടു 0-1-1 ഈ സിമിലർ ടു 1-1-0. അപ്പൊ ഇങ്ങനെയുള്ള പ്ലെയിൻസും മാത്രമല്ല നമ്മുടെ ഈ റൊട്ടേഷണൽ സിമെട്രിയോ റിഫ്ലക്ഷൻ സിമെട്രിയോ ഒക്കെ കാണിക്കുന്ന വയും എല്ലാം തന്നെ എന്താണ് ഒരു സിംഗിൾ സ്പോട്ടായിട്ട് മാറുന്നു. Those Miller indices or planes which shows the similar symmetry will give a resultant single spot on the pattern. ഒരു സിംഗിൾ സ്പോട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആൻഡ് അനലൈസിങ് ദ അറേഞ്ച്മെന്റ്. അപ്പൊ ഈ സ്പോട്ടുകളെല്ലാം കൂടെ അനലൈസ് ചെയ്യുമ്പോൾ വാട്ട് വിൽ ബി ദ റിസൾട്ട്? വി വിൽ ഗെറ്റ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ദ ക്രിസ്റ്റൽ ആണ്. ആക്ച്വലി ഈ പാറ്റേൺ എല്ലാം കൂടെ നമ്മൾ ഇത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക സ്ട്രക്ചർ ഓഫ് ദ ക്രിസ്റ്റൽ ആണ്. ഓക്കെ. പക്ഷേ നമ്മൾ എക്സ്പെരിമെന്റലി ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഡിഫ്രാക്ഷൻ ഫ്രം സർട്ടൺ പ്ലെയിൻസ് ആർ മിസ്സിംഗ്. ചില പ്ലെയിൻസിന്റെ ഡിഫ്രാക്ഷൻ പാറ്റേൺ എന്ന് പറയുന്നത് മിസ്സിംഗ് ആണ്. ദിസ് ഈസ് ഡ്യൂ ടു ദ ജോമെട്രിക്കൽ സ്ട്രക്ചറൽ ഫാക്ടർ FHKL. FHKLന്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെയുള്ള ഡിഫ്രാക്ഷൻ പാറ്റേൺ നമുക്ക് മിസ്സാവുന്നത്. വൈ ഇറ്റ് ഈസ് സോ? ബിക്കോസ് FHKL ഡിപ്പെൻഡ്സ് ഓൺ ദ ഷേപ്പ് ആൻഡ് കണ്ടന്റ് ഓഫ് ദ യൂണിറ്റ് സെൽ. ഏത് തരത്തിലുള്ള ആറ്റമാണ് ഒരു യൂണിറ്റ് സെല്ലിനകത്തുള്ളത്, മാത്രമല്ല അതിന്റെ ഷേപ്പ് എന്താണ് എന്നൊക്കെ പിന്നെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ് FHKL എന്ന് പറയുന്നത്. ഇഫ് FHKL is 0 for certain indices, ചില ഇൻഡിസസിന് FHKL 0 ആണെങ്കിൽ ആ പർട്ടിക്കുലർ ഇൻഡിസസിലെ പ്ലെയിനിലുള്ള കറസ്പോണ്ടിങ് പാറ്റേൺ നമുക്ക് ആബ്സെന്റ് ആയിരിക്കും. മനസ്സിലായോ? സോ FHKL determines which indices should have to be present in the diffraction pattern എന്നുള്ളത് തീരുമാനിക്കുക FHKL ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഡെൽ ജെ എന്ന് പറയുന്ന ഒരു ഡെൽ ജെത്ത് പിന്നെ കണ്ടന്റ് ആറ്റം അല്ലെങ്കിൽ യൂണിറ്റ് സെല്ല് എടുക്കുക. ഓക്കെ. ഡെൽ ജെ ഈസ് ദ പൊസിഷൻ ഓഫ് ജെത്ത് ആറ്റം. അപ്പോൾ ഡെൽ ജെ എന്ന് പറയുന്ന പൊസിഷനുള്ള ഒരു ജെത്ത് ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഡെൽ ജെ എന്ന് പറയുന്ന പൊസിഷനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാം? ഒരു ട്രാൻസ്ലേഷണൽ വെക്ടർ ഇൻ ദ ഡയറക്റ്റ് ലാറ്റിസിനെ കൊണ്ട് പ്രസന്റ് ചെയ്യാം. അതായത് UJA പ്ലസ് VJB പ്ലസ് WJC എന്ന് നമുക്ക് ആ ഒരു ഐഡന്റിക്കൽ ആണ് ആറ്റം എങ്കിൽ ഒരു jth പൊസിഷൻ ഓഫ് ദ ആറ്റം ക്യാൻ ബി റെപ്രസെന്റഡ് ലൈക്ക് ദിസ്. ഡെൽ ജെ ഇസ് ഈക്വൽ ടു UJA പ്ലസ് VJB പ്ലസ് WJC എന്ന് നമുക്ക് റെപ്രസെന്റേറ്റ് ചെയ്യാം. സോ അതിനെ പുട്ട് ഇക്വേഷൻ നമ്പർ ആസ് 8. അങ്ങനെയാണെങ്കിൽ GHKL എസ് എന്ന് പറയുന്നത് GHKL ആണ്. നമ്മളിത് ആദ്യം കണ്ടതാണ്. അപ്പൊ GHKLനെ നമുക്കറിയാം എന്താണ്? ഇറ്റ് ഈസ് ദ ട്രാൻസ്ലേഷൻ വെക്ടർ ഇൻ ദ റെസിപ്രോക്കൽ ലാറ്റിസ്. സോ ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് HA സ്റ്റാർ പ്ലസ് KB സ്റ്റാർ പ്ലസ് LC സ്റ്റാർ അല്ലെ. അപ്പൊ FHKL എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ
geometrical structural factor which is equal to FA into ഇവിടെ എഴുതാൻ വിട്ടുപോയ ഒരു ഇക്വേഷൻ ഉണ്ട്. കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതണം? FHKL ഇൻറ്റു FA ഇൻറ്റു സിഗ്മ ജെ ഇൻറ്റു ഇ റൈസ് ടു ജെ ഇൻറ്റു എസ് ഡോട്ട് ഡെൽ ജെ ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇവിടെ ഐ ഇൻറ്റു എസ് ഡോട്ട് ഡെൽ ജെ ആണ് വരേണ്ടത്. അപ്പൊ എസ് എന്ന് പറയുന്നത് GHKL ആയതുകൊണ്ട് ഡെൽ ജെ എന്ന് പറയുന്നത് ഇങ്ങനെ ആയതുകൊണ്ടും അതിന് ഡോട്ട് എടുക്കുമ്പോൾ വാട്ട് ഇറ്റ് ഹാപ്പൻസ്, എ ഡോട്ട് എ സ്റ്റാർ 2π ആവും, ബി ഡോട്ട് ബി സ്റ്റാർ 2π ആവും, ആൻഡ് സി ഡോട്ട് സി സ്റ്റാർ 2π ആവും. ദാറ്റ് 2π വി ഹാവ് ടേക്കൺ ഔട്ട് സൈഡ് ആൻഡ് അകത്തെന്തോ വരും? UJ ഇൻറ്റു എച്ച് പ്ലസ് VJ ഇൻറ്റു കെ ആൻഡ് പ്ലസ് WJ ഇൻറ്റു എൽ എന്ന് വരും. മനസ്സിലായോ? ഇത് ഇത്രയും അകത്തോട്ടേക്ക് വരും. അണ്ടർസ്റ്റാൻഡ്? അപ്പൊ ഇനി ഒരു പർട്ടിക്കുലർ ലാറ്റിസ് എടുക്കുന്നു, വിച്ച് ഈസ് ദ B6C ലാറ്റിസ്, ബോഡി സെന്റേർഡ് ലാറ്റിസ്. ഈ ബോഡി സെന്റേർഡ് ലാറ്റിസിൽ നമുക്കറിയാം ആറ്റംസ് എവിടെയൊക്കെ പ്രസന്റ് ആണ്. ഇപ്പോൾ ഒറിജിൻ ഒരു കോർണറിൽ എടുത്താൽ അതിനെ നമുക്ക് 0 0 0 എന്ന് റെപ്രസെന്റേറ്റ് ചെയ്യാം. ഈ 0 0 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് മിഡ് പോർഷനിൽ ഒരു ആറ്റം ഉണ്ട് അല്ലെ? അപ്പൊ കോർണർ 0 0 ആണ് എങ്കിൽ ആ മിഡ് പോർഷൻ ആയതുകൊണ്ട് അവിടുത്തെ UJ VJ WJ എന്ന് പറയുന്ന ഹാഫ് 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 ആണ്. ഓക്കെ, ഒരു യൂണിറ്റ് സെൽ എടുത്താൽ അതിന്റെ ഒരു കോർണർ നമ്മൾ ഒറിജിനായിട്ട് എടുത്താൽ അടുത്ത നിയറസ്റ്റ് നെയ്ബർ എന്ന് പറയുന്നത് അതിന്റെ മിഡ് പോർഷനിലുള്ളതാണ്. ദാറ്റ് ഈസ് യു ഹാഫ്, യുവിന് പകരം ഹാഫ്, VJക്ക് പകരം ഹാഫ് ആൻഡ് CJക്ക് പകരം WJക്ക് പകരം ഹാഫ്. ഓക്കെ, നമ്മൾ അങ്ങനെ കൊടുത്തിട്ട് എന്താ പറ്റുക? ഈ ഇക്വേഷനിൽ UJയും VJയും ഇതും 0 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇ റൈസ് ടു I ഇൻറ്റു പൈ ഇൻറ്റു എച്ച് പ്ലസ് കെ പ്ലസ് എൽ ആണ്. ദിസ് ഇക്വേഷൻ ക്യാൻ ഓൺലി അപ്പൊ എച്ച് പ്ലസ് കെ പ്ലസ് എൽ ആണ്. അപ്പൊ ഈ ഇക്വേഷന് ഈ 1 അവിടെ നിന്ന് വന്നു. ബിക്കോസ് 1 എന്ന് പറയുന്നത് ഈ UJ VJ ഡെൽ ജെ എന്ന് പറയുന്നത് 0 കൊടുക്കണം. 0 കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 0 എന്ന് വരും. ദാറ്റ് ഈസ് 1. അടുത്ത വാല്യൂ എന്ന് പറയുന്നത് ഹാഫ് ഹാഫ് ആണ്. അപ്പൊ ആ ഹാഫ് ഹാഫ് എല്ലാം കൂടെ പുറത്തെടുക്കുമ്പോഴത്തേക്കും 2π ആയിട്ട് ക്യാൻസൽ ചെയ്തു പോകും. സോ ദിസ് ഇ റൈസ് ടു I പൈ ഇൻറ്റു എച്ച് പ്ലസ് കെ പ്ലസ് എൽ എന്ന് നമുക്ക് കിട്ടുന്നു. അണ്ടർസ്റ്റാൻഡ്? ദിസ് ഇക്വേഷൻ ക്യാൻ ഓൺലി ഹാവ് 2 വാല്യൂസ്. ഏതൊക്കെ വാല്യൂസ് ആവാം? എച്ച് പ്ലസ് കെ പ്ലസ് എൽ ഈവൻ ആവാം, എച്ച് പ്ലസ് കെ പ്ലസ് എൽ ഓഡ് ആവാം. അപ്പൊ ഓഡ് ആൻഡ് ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ ആയിട്ടാണ് ഇ റൈസ് ടു I പൈ ആയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഈവൻ മൾട്ടിപ്പിൾ ആണ് എങ്കിൽ ഒരു കണ്ടീഷനും ഓഡ് മൾട്ടിപ്പിൾ ആണ് എങ്കിൽ മറ്റൊരു കണ്ടീഷനുമാണ്. അപ്പൊ ഇവ ഈവൻ മൾട്ടിപ്പിളിന് മാത്രമേ ഇതിന്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അന്നേരം ഇ റൈസ് ടു I പൈ എന്ന് പറയുന്നത് ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ ആണ് എങ്കിൽ that value will become 1 and we get the value എന്താണ്? FHKL is equal to FA into 2 എന്ന് വരും. മനസ്സിലായോ? ഇതെപ്പോഴാണ്? ഈവൻ ആണെങ്കിൽ. ഇനി എച്ച് പ്ലസ് കെ പ്ലസ് എൽ ഓഡ് ആണ് എങ്കിൽ ഇ റൈസ് ടു I പൈയുടെ ഓഡ് മൾട്ടിപ്പിൾ വിൽ ഗീവ് 0 വാല്യൂ. സോ അവിടെ FA മാത്രം വരും. മനസ്സിലായോ? ആൻഡ് വി ഹാവ് നേരത്തെ പറഞ്ഞ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് S is equal to K minus K0 നമുക്ക് എഴുതാം. ഏതാണ്? ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡിഷൻ വെച്ചിട്ടേ നമ്മൾ നേരത്തെ കണ്ടതാണ് ആ ഫിഗർ. ഇതായത് K0 പ്ലസ് S is equal to K എന്ന് പറയുന്നിടത്ത് വെച്ച് ഉള്ള ആ ഒരു ട്രയാങ്കുലർ ലോ അപ്ലൈ ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് S is equal to K minus K0 എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ മതി. ബട്ട് K0 and K are the vectors of incident and diffracted beam. അല്ലെ? Kയും K0 എന്ന് പറയുന്നത് എന്താണ്? They are the vectors of incident and wave vectors of incident and diffracted beam ആണ് അവിടെ നമ്മൾ Kയും K0യും റെപ്രസെന്റേറ്റ് ചെയ്യാം. സോ നമുക്ക് വേറൊരു വാല്യൂ കൂടെ ഉണ്ട്. S is equal to GHKL എന്നതും കൂടെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ഗോയിങ് ടു കമ്പയർ K is equal to K0 plus G എന്ന് നമുക്ക് എസിന് പകരം G കൊടുത്താൽ K minus K0 is equal to GHKL എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് വി ഹാവ് സീൻ ഹിയർ. ഇനി എന്ത് ചെയ്യുക? K0നെ ഇപ്പുറത്ത് കൊണ്ടുവരിക. സോ K is equal to K0 plus G. ഇനി H ക്രോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ H ക്രോസ് K is equal to H ക്രോസ് K0 plus H ക്രോസ് G എന്ന് എഴുതാം. H ക്രോസ് K എന്ന് പറയുന്നത് മൊമെന്റത്തിന്റെ ഡയമെൻഷനാണ്. സോ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്
ഫൈനൽ മൊമെന്റം ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ മൊമെന്റം പ്ലസ് എ ടേം അല്ലേ. അതിന്റെ അർത്ഥം എന്താ ഇതൊരു കൺസർവേഷൻ ഓഫ് മൊമെന്റം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഫൈനൽ മൊമെന്റം ഇസ് ഈക്വൽ ടു ഇനിഷ്യൽ മൊമെന്റം പ്ലസ് സം ക്വാണ്ടിറ്റി അല്ലേ, വിച്ച് സം ക്വാണ്ടിറ്റി h ക്രോസ് g എന്ന് പറയുന്നത്. സോ h ക്രോസ് g മറ്റൊന്നുമല്ല, ഇറ്റ് ഈസ് ദ മൊമെന്റം ഗെയിൻഡ് ബൈ എന്താണ് ഡ്യൂ ടു ദിസ് കൊളിഷൻ പ്രോസസ്. ഇവിടെ കൊളിഷൻ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്ന എന്താ, എക്സ്റേ ബീം വന്ന് ലാറ്റിസിൽ ഡിഫ്രാക്ട് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടുക. അപ്പൊ നമ്മൾ ഈ വന്ന് ഡിഫ്രാക്ട് ചെയ്യുന്നതിന് ഒരു കൊളിഷൻ പ്രോസസ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനെ കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ ടേംസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതായത് ഇത് വന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ ഇതിനുണ്ടായിരുന്ന ഒരു ലാറ്റിസിനുണ്ടായിരുന്ന ഒരു ഇൻസിഡന്റ് എനർജി ഉണ്ട് h ക്രോസ് k0. അതിൽ നിന്നും അത് മാറി എന്ന് പറയുന്നത് അവസാനം എന്തായി മാറി, h ക്രോസ് k ആയി മാറി. അപ്പൊ ഈ മാറ്റം എന്തുകൊണ്ടുണ്ടായി എന്ന് വെച്ചാൽ ഈ കൊളിഷൻ കൊണ്ട് എന്താ പറ്റുന്നത്, ഈ ഫോട്ടോൺ റീകോയിൽ ചെയ്തു. ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ വന്നിടിക്കുന്ന എക്സ്റേ എന്ന് പറയുന്നത് റീകോയിൽ ചെയ്തു ആൻഡ് ഗെയിൻ എ മൊമെന്റ് h ക്രോസ് g. അപ്പൊ എക്സ്റേ ഗെയിൻ ചെയ്ത മൊമെന്റ് ആണ് h ക്രോസ് g എന്ന് പറയുന്നത്. ആൻഡ് പകരം എന്ത് ചെയ്യും, ക്രിസ്റ്റൽ റീകോയിൽ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിത്ത് എ മൊമെന്റ് h ക്രോസ് g. ഓക്കെ, അപ്പൊ എന്താണ് h ക്രോസ് k എന്ന് പറയുന്ന h ക്രോസ് k0 എന്ന് പറയുന്ന മൊമെന്റം ഉള്ള ഒരു ഫോട്ടോൺ വെൻ ഇറ്റ് ഹിറ്റ് ഓൺ ക്രിസ്റ്റൽ ലാറ്റിസ് ആറ്റത്തിനെ അങ്ങനെ ഇത് ചെയ്യുമ്പോഴത്തേക്കും വാട്ട് ഹാപ്പൻസ്, അതൊരു ഈ ഫോട്ടോൺ ഒരു എനർജി മൊമെന്റം ഗെയിൻ ചെയ്യുന്നു. ആ മൊമെന്റം ഗെയിൻ ചെയ്യുന്നതാണ് h ക്രോസ് g എന്ന് പറയുന്നത്. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ആറ്റംസ് റീകോയിൽ ചെയ്യുന്നുണ്ട്. സോ അവിടെ കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദ പോസിറ്റീവ് direction with a momentum is h cross g. The recoil energy of the crystal is very small. For recoil ഞാൻ പറഞ്ഞു ഫോട്ടോൺസ് കുറച്ച് h ക്രോസ് g അക്വയർ ചെയ്യുമെങ്കിൽ നമുക്കറിയാം ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്യും, ആറ്റംസ് റീകോയിൽ ചെയ്യും. പക്ഷെ മൊത്തത്തിലുള്ള ക്രിസ്റ്റലിനെ എടുക്കുമ്പോഴത്തേക്ക് ആറ്റത്തിന്റെ റീകോയിൽ വളരെ ചെറുതായതുകൊണ്ട് വാട്ട് വി വിൽ ഡു ഈസ് വി ഒമിറ്റ് ദിസ് റീകോയിൽ എനർജി. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ കൊളിഷനെ നമുക്കൊരു ഇലാസ്റ്റിക് കൊളിഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഏതിന്, എക്സ്റേ വന്ന് ലാറ്റിസ് ഡിഫ്രാക്ഷനിൽ ഏർപ്പെടുന്നതിന് നമുക്കൊരു ഇലാസ്റ്റിക് കൊളിഷൻ പ്രോസസ്സായിട്ട് റെപ്രസെന്റേറ്റ് ചെയ്യാൻ കഴിയും. സോ ദിസ് ഈസ് വാട്ട് ഈസ് എക്സ്റേ ഡിഫ്രാക്ഷൻ, റെസിപ്രോക്കൽ ലാറ്റിസ് ആൻഡ് ബ്രാഗ്സ് കണ്ടീഷൻ. ഓക്കെ, താങ്ക് യു.